കോച്ച് സുഹിൻ ഹിയർ ഫ്രം ടീം ഹാർഡ്കോർ ഒഫീഷ്യൽ. സോ ഇന്നത്തെ ടോപ്പിക് കാർഡിയോയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഒരുപാട് ബോഡി ബിൽഡേഴ്സ് സ്കിപ്പ് ചെയ്യുന്നതും ചെയ്യാൻ മടിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യാൻ മടിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് കാർഡിയോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് വെയിറ്റ് ട്രെയിനിങ്, ഓഫ്കോഴ്സ് നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ കാർഡിയോ സെക്ഷൻസ് ഫ്രം സ്റ്റാർട്ട് ദ ബിഗിനിങ്, നിങ്ങൾ എവിടെ മുതലാണോ നിങ്ങൾ പ്രെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ സമയം മുതൽ തന്നെ നിങ്ങളുടെ കാർഡിയോ ഡിപ്പെൻസ് ഓരോ പ്രോഗ്രാമിനനുസരിച്ചും നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചും നിങ്ങൾ കാർഡിയോ ഷെഡ്യൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കാർഡിയോ നമുക്കൊരു 3 to 4 ടൈപ്സ് അല്ലെങ്കിൽ 5 ടൈപ്സ് കാർഡിയോ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ വളരെ സ്ലോ ആയിട്ടുള്ള കാർഡിയോ ചെയ്യുന്നൊരു പ്രോസസ്സ്, വളരെ സ്ലോയിൽ നടക്കുക അല്ലെങ്കിൽ ഔട്ട്സൈഡ് വാക്കിംഗ് പോവുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ്. പിന്നെ അതുപോലെ തന്നെ റണ്ണിങ് ടൈപ്പ് ഓഫ് കാർഡിയോസ്, അല്ലെങ്കിൽ ഒരു പരിമിതിയിൽ കൂടുതലപ്പുറം ഓടുന്നതുമല്ല നടക്കുന്നതുമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാർഡിയോ, പിന്നെ ഹിറ്റ് കാർഡിയോ, അങ്ങനെയെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡിയോസ് വരുന്നുണ്ട്. സോ ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓട്ടം ചാട്ടം അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ അവനക്ക് കാർഡിയോ എന്നുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് വരുന്ന രീതിയിലൊരു കാർഡിയോ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ട്രെഡ്മിൽ, ഇൻക്ലൈൻ വാക്കിംഗ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈക്കിൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രോസ് ട്രെയിനർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു രീതി നിങ്ങൾക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ച് ബോഡി ഫാറ്റ് കൂടുതലായിട്ടൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്ലോലി നിങ്ങൾക്ക് ഈ കാർഡിയോ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തതിനനുസരിച്ച് ഗ്രാജുവലി നിങ്ങൾക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ കാർഡിയോയുടെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അതിനനുസരിച്ച് പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മതിയാവും. നല്ല രീതിയിൽ മസ്കുലറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഹൈ ഇൻറ്റൻസിറ്റിയിലെ കാർഡിയോ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, ചിലപ്പോൾ അവൻ്റെ മസിൽ ലോസിനെ അത് ചിലപ്പോൾ ബാധിക്കാം. സോ എപ്പോഴും നമുക്ക് നമ്മുടെ ബോഡി ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം നമ്മൾ കാർഡിയോ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് PEDs യൂസ് ചെയ്യുന്നൊരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ അളവുകൾ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഓൺ പ്രപ്പിലായിക്കോട്ടെ ആഫ്റ്റർ പ്രപ്പിലായിക്കോട്ടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കത് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല, ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചെന്ന് വരില്ല, എല്ലാവർക്കും പറ്റും എന്നുള്ള കാര്യമില്ല പറയുന്നത്. മേ ബി ചില പേരുടെ ശരീരത്തിൽ വരാം, ഒട്ടുമിക്ക ആൾക്കാരുടെ ശരീരത്തിലും നമുക്ക് ലിപ്പിഡ് പ്രൊഫൈലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട് ബ്ലഡ് വർക്ക് ചെയ്യുമ്പോൾ. സോ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ പ്രെപ്പ് ആണെങ്കിലും ആഫ്റ്റർ പ്രെപ്പ് ആണെങ്കിലും ഇപ്പോൾ ഓഫ് സീസൺ ആണെങ്കിലും നമ്മൾ കാർഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഒരിക്കലും ഇപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി 3 days നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തിരുന്നാൽ കൂടി വലിയ രീതിയിലുള്ള കുഴപ്പം വരില്ല, അല്ലെങ്കിൽ വീക്ക്ലി 3 to 4 days വെയിറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിലോട്ട് ഞാൻ പറയാം. പക്ഷേ കാർഡിയോ മിക്കതും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ വേദിയിലോട്ടോ അല്ലെങ്കിൽ ട്രാവലിലോട്ടോ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ ആ സമയത്തും കാർഡിയോ നിങ്ങൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഡയറ്റും സ്കിപ്പ് ചെയ്യും, അതുപോലെ തന്നെ കാർഡിയോയും സ്കിപ്പ് ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പനി വന്നു, നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൽ റെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ വന്നു നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഡയറ്റ് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്, ഇനിയിപ്പോൾ കാർഡിയോ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങും കാർഡിയോയും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു പൊട്ടൽ വരില്ല. നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു പമ്പ് നിങ്ങൾക്ക് ഔട്ടാകുമെന്നല്ലാതെ നിങ്ങളുടെ സ്ട്രെങ്ത് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രെയിം വൈസ് ആണെങ്കിലും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നും വരില്ല. പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ എല്ലാം ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. സോ അതൊരു സൈഡാണ്. ഇപ്പോൾ നമുക്ക് കാര്യമാണ്. കാർഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാൻ സാധ്യതകളുള്ള ലിപ്പിഡ് പ്രൊഫൈലിലെ വേരിയേഷൻ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബോഡി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, ഔട്ട്സൈഡ് ബോഡി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും രാവിലെ എണീറ്റപാടെ പോകുന്നത് കാർഡിയോ സെക്ഷനാണ്. ഒന്നുകിൽ അവരവരുടെ വീട്ടിൽ തന്നെ കാർഡിയോ സെക്ഷൻസ് ഉണ്ടാകും, അവരത് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകും, അങ്ങനെ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് വാക്കിംഗ് അങ്ങനെയെങ്കിലും പോകാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഹെൽത്ത്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിലെ വേരിയേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ വിഭാഗമാണ് കാർഡിയോ എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ
നമ്മുടെ സെക്കൻഡ് ഹാർട്ടായ കാഫ് മസിലുകളുടെ ഏരിയ, അവിടുത്തെ നെർവിങ് സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം കാർഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അതുവഴി നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴോട്ട് പമ്പ് ചെയ്ത് പോകുന്ന ബ്ലഡ് അതേ സ്പീഡിൽ തന്നെ, അല്ലെങ്കിൽ അത്രയും ഫോഴ്സിൽ തന്നെ, അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ട് തന്നെ തിരിച്ച് റിട്ടേൺ വരണമെങ്കിൽ മുട്ടിന് താഴോട്ടുള്ള നെർവിങ് സിസ്റ്റംസ്, മസിലുകൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ കാൽമുട്ടിന് താഴോട്ടുള്ള പേശികൾ, നരമ്പുകൾ കാര്യങ്ങളാണ്. അപ്പോൾ അതിനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഇമ്പോർട്ടൻസ് കിട്ടും. അതുപോലെ തന്നെ ബ്രീത്തിങ് ആയിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ ഒരുപാട് മസിലുകൾ ഉണ്ടാവും, പക്ഷേ ബ്രീത്തിങ്ങിൻ്റെ കാര്യം, കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വാക്കിൽ ലഞ്ചസ് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു റൗണ്ട് ബാർബൽ സ്ക്വാട്ട് ചെയ്യുമ്പോഴോ നമുക്കറിയാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ബ്രീത്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ നമ്മൾ കാർഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അതിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുമല്ല, നമുക്ക് ലാസ്റ്റ് കട്ടിങ് ടൈമിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കാർഡിയോ സെക്ഷൻസിനാണ് കൊടുക്കേണ്ടത്. പണ്ടുള്ള ബോഡി ബിൽഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാർഡിയോ സെക്ഷൻസ് തന്നെ ഏകദേശം 1 hour ഡ്യൂറേഷനിലാണ് ഒരു സൈക്ലിംഗ് ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. 1 മണിക്കൂറൊക്കെ കാർഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 30-35 കാർഡിയോ ചെയ്യുന്ന അവസ്ഥ തന്നെ വളരെയധികം കഷ്ടമാണ്. അവർ ചിലപ്പോൾ 1 hour ഡ്യൂറേഷൻ വെച്ചിട്ട് 2 സെക്ഷനൊക്കെയാണ് അവർ കാർഡിയോ ചെയ്യാറ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ടുള്ള രീതിയിലുള്ള. പക്ഷേ അവരത്രയും ഹ്യൂജ്ഡാണ്, അവരത്രത്തോളം കാർഡിയോ ചെയ്യുന്നുണ്ട്, അവരത്രത്തോളം കാലറീസ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അവരത്രത്തോളം ഹെവി ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് എത്തിയില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കാർഡിയോ എത്രയാണോ നമ്മുടെ ബോഡിക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചെയ്യിപ്പിക്കുന്ന കോച്ചുമാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാമെന്നുള്ള കാര്യമാണ്. ലാസ്റ്റ് കട്ടിങ് ടൈമിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോഴത്തേക്കും കാർഡിയോ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുകയും ഒരുപാട് സമയത്ത് വർക്കൗട്ടിന് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ അതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം, വർക്കൗട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത് കാർഡിയോനെ കുറിച്ചുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കണ്ടീഷനിങ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാർഡിയോ സെക്ഷൻസിനാണ്. അതും ഡിപ്പെൻഡ്സ് ബോഡി ടൈപ്പിനനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ ബോഡി ഫാറ്റിന് പെർസെൻറ്റേജ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ 3 times കാർഡിയോ ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ടൈം ഡ്യൂറേഷൻ കൂട്ടിയിട്ട് പെർ ഡേ 2 times കാർഡിയോ ചെയ്യേണ്ടതായിട്ട് സാഹചര്യം വരും. കുറയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഓരോ ആൾക്കാരുടെ ബോഡി ഫാറ്റിനനുസരിച്ച് കൂടുതൽ കാർഡിയോസിലാണ്. നിങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം മസിൽ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. ഒരിക്കലും അവിടെ മസിൽ ലോസ് വരുത്തിയിട്ട് കണ്ടീഷനിങ് കൊണ്ടുവരിക എന്നുള്ള സംഭവമില്ല. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ കാർഡിയോ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീഷൻ ചെയ്ത് കഴിഞ്ഞ് നിന്നാൽ കൂടി, അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് കഴിഞ്ഞാൽ കൂടി നിങ്ങൾ കാർഡിയോ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ലൈഫിൽ മുറുക്കെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ പ്രെപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ലൈഫിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ഫ്യൂച്ചറിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാർഡിയോ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ബോഡി ബിൽഡിങ്ങിൽ ഓട്ടം ചാട്ടം അങ്ങനൊരു കാർഡിയോ സെക്ഷൻസ് ഇല്ല. നമുക്കെപ്പോഴും മസിൽ വോളിയം നിലനിർത്തിക്കൊണ്ട് ബോഡി ബിൽഡിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നല്ല ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആയിട്ട് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടി കുറച്ച് കൂടുതൽ ടൈം എടുത്തുകൊണ്ട്, വളരെ സ്പീഡായിട്ട് അല്ലെങ്കിൽ വെപ്രാളം കാണിച്ച് ചെയ്യാതെ കുറച്ച് സമയം കൂടുതൽ കൊടുത്ത് വളരെ സ്ലോ ആയിട്ട് അവൻ്റെ ബോഡിയെ ഇറിറ്റേറ്റിംഗ് ചെയ്യിപ്പിക്കാതെ. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം വളരെ ഹാർഡ് വർക്കായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആ ഹാർഡായിട്ട് നമ്മൾ ബോഡിയെ ഇറിറ്റേറ്റിംഗ് ചെയ്യിപ്പിക്കാതെ ആ ഒരു ക്ലയൻറ്റിനും കൂടി പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ കാർഡിയോയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലൊന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ നിലനിർത്താനൊക്കെ നമ്മുടെ കാർഡിയോ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗെയിനിങ് ടൈം ആയിക്കോട്ടെ, ഫില്ലിംഗ് ടൈം ആയിക്കോട്ടെ, കട്ടിംഗ് ടൈം ആയിക്കോട്ടെ, പീക്ക് വീക്ക് ആയിക്കോട്ടെ, ഓഫ് സീസൺ ആയിക്കോട്ടെ, ഓൺ സീസൺ ആയിക്കോട്ടെ, ഏത് സമയത്താണെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ എല്ലാ സീസൺസും സ്റ്റോപ്പ് ചെയ്തിട്ടാണെങ്കിൽ കൂടി കുറച്ച് നാളത്തേക്കെങ്കിലും നിങ്ങൾ കാർഡിയോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഏത് ഫേസിലാണെന്നുണ്ടെങ്കിലും കാർഡിയോ നിങ്ങൾ മുടങ്ങാതെ ചെയ്തിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട്സൈഡ്, ഇപ്പോൾ നിങ്ങൾക്കൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ കൂടി എവിടെ പോയാലും ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ് കാർഡിയോ. ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനെപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ചെയ്യിപ്പിക്കുന്ന വ്യക്തികൾക്ക്
ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ കട്ടിങ് ടൈം ആകുമ്പോഴല്ല നമ്മൾ കാർഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ലീനഡ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, നല്ല ഒലിഞ്ഞിട്ടുള്ള ആളായിക്കോട്ടെ, നല്ല ഫാറ്റായിട്ടുള്ള ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും കാർഡിയോ ഈസ് വെരി മെയിൻ അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാർഡിയോ ഫ്രം സ്റ്റാർട്ട് ദ ബിഗിനിങ് ടു എൻഡ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് കാണുന്നതിനനുസരിച്ച് എനിക്ക് അതിനുള്ള റെസ്പോൺസ് വരുന്നതിനനുസരിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബോഡി ബിൽഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് ആ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ഹാർഡ് കോർ ഒഫീഷ്യൽ ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റ് ഓപ്പറേഷൻ്റെ അക്കാഡമി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെയധികം ചെറിയ പ്രൈസിനാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ബാച്ച് പോയിക്കൊണ്ട് നിൽക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്.